പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തില് പരിശുദ്ധ അമ്മ നിങ്ങളെല്ലാവരെയും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി ക്ഷണിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരെയും പരിശുദ്ധ അമ്മ ലൂർദ് മാതാവ് പള്ളിക്കുന്നിൻ്റെ അമ്മ നിരന്തരം അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാവരെയും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അഭിഷേകമാണ് എനിക്ക് ഇന്ന് ലഭിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ കണ്ണുനീരുകള്, നിങ്ങളുടെ നെടുവീർപ്പുകള്, നിങ്ങളുടെ നിയോഗങ്ങള് നിങ്ങൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കൂടെ പരിശുദ്ധ അമ്മയുണ്ട്. പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവുണ്ട്. ജനലക്ഷങ്ങള് അമ്മേ എന്ന് വിളിച്ചു വരുന്ന സ്ഥലമാണ്. ഇവിടെ വരുന്നവര് പരിശുദ്ധ അമ്മ വെറും കൈയോട് പറഞ്ഞയക്കില്ല. ഇന്നലെ ഒരു യുവാവ്, ഒരു അക്രൈസ്തവനായ യുവാവ് നിലവിളിച്ചുകൊണ്ട് വന്നു. കാരണം അവന്റെ ഭാര്യ അവനെ വിട്ടേച്ചു പോയി. അവൻ എൻ്റെ മുൻപിൽ വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്കെൻ്റെ ഭാര്യയെ തിരിച്ചു വേണം, എനിക്കെൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടണം. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അവനെ പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപത്തിന് മുൻപിൽ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ എന്നോട് പറഞ്ഞത് ഈ പരിശുദ്ധ അമ്മയോട് പറയുക. അമ്മ നിന്റെ ഈ സങ്കടം എടുത്തു മാറ്റിത്തരും. എനിക്ക് ഉറപ്പാണ് മക്കളെ, ആ സങ്കടത്തിന്റെ മേല് കർത്താവ് ഇടപെടും. പരിശുദ്ധ അമ്മ ഇടപെടും. അവൻ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ അവന്റെ കണ്ണുനീര് അവിടെ നിന്ന് മാറിയിരിക്കുന്നു. അവന് ഈ ലോകത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന ആശ്വാസം പരിശുദ്ധ ലൂർദ് മാതാവ് അവന് കൊടുത്തു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവിടെ അത്ഭുതം നടക്കും മക്കളെ, എനിക്കതിൽ വിശ്വാസമാണ്. കാരണം ഞാൻ അനേകം അത്ഭുതങ്ങൾ ഇവിടെ കാണുന്ന ആളാണ്. പ്രിയപ്പെട്ട മക്കളെ, കുടുംബങ്ങൾ തകർന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കലഹങ്ങള്, ബന്ധനങ്ങള്, പരസ്പരം യോജിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ കുടുംബങ്ങളിലേക്ക് സാത്താൻ കടന്നുകൂടിയിരിക്കുക. കാരണം സാത്താൻ കുടുംബങ്ങളെ ആഗ്രഹിക്കുന്നില്ല. കുടുംബങ്ങളെ സാത്താൻ വെറുക്കുന്നു. കാരണം യേശുവിനോടുള്ള വെറുപ്പ് അവൻ പ്രകടമാക്കുന്നത് കുടുംബങ്ങളെ തകർത്തുകൊണ്ടാണ്. മക്കളെ, ജാഗ്രത കാണിക്കുക. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇന്ന് എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയാ. പ്രത്യേകിച്ച് അകന്നിരിക്കുന്ന ദമ്പതികള്, അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങള്. ഒരു കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, 2 മക്കളുള്ള ഒരമ്മ, അതിലൊരു കുഞ്ഞിന് 1.5 വയസ്സൊക്കെ ഉള്ളൂ. ആ കുഞ്ഞിനെ റൂമിൽ നിർത്തിക്കൊണ്ട് ഒരു സ്ത്രീ അവള് കെട്ടിത്തൂങ്ങി മരിച്ച കാര്യം എനിക്കറിയാം. ഇപ്പോൾ ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ താമസിക്കുകയാണ്. ആ കുഞ്ഞുങ്ങള് അനാഥരാക്കപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ അനാഥരാക്കപ്പെട്ട, എനിക്ക് അപ്പനില്ല അമ്മയില്ല എന്ന് ആ കുഞ്ഞുങ്ങള് അവരുടെ അമ്മാമ്മയോട് പറയണത് കേൾക്കാനിട വന്ന മക്കളെ, അങ്ങനെ അത്തരത്തില് വേദനിക്കുന്ന, ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മക്കളുണ്ട്. നമ്മുടെ സ്വാർത്ഥത നിമിത്തം, നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ നിമിത്തം, നമ്മുടെ ജഡികമായ ആസക്തികൾ നിമിത്തം എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. തെറ്റായ ബന്ധങ്ങള്, മദ്യപാനം, ലഹരി, ഇതുമൂലം എത്രയോ മക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. മദ്യപാനത്തിന് അടിമപ്പെട്ട് എത്രയോ യുവാക്കന്മാര് ആത്മഹത്യ ചെയ്യുന്നു. എത്രയോ യുവതികള് അനാഥരാക്കപ്പെടുന്നു. അവരുടെ കുഞ്ഞുങ്ങള് അനാഥരാക്കപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ വേദനിക്കുന്ന ആ മക്കൾക്ക് ഇന്ന് ഡെലിവറൻസ് കിട്ടണം. കർത്താവിന്റെ ശക്തി ഇറങ്ങി വരണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് സാത്താൻ കടന്നു വരാതിരിക്കാൻ ജാഗ്രത കാണിക്കണം. നിരന്തരം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ഇത് മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങള് സംരക്ഷിക്കപ്പെടുമെന്നുള്ള ശക്തമായ മെസ്സേജ് കർത്താവ് നൽകിയിരിക്കുക. പള്ളിക്കുന്നിലെ അമ്മ നൽകിയിരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച്, അമ്മേ മാതാവേ,
ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയെ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് ബന്ധനങ്ങൾ അഴിയാൻ, പിശാചുബാധകൾ അഴിയാൻ, നിരാശകൾ മാറാൻ, ആത്മഹത്യ ചിന്തകളും ആത്മഹത്യകളും വിട്ടുമാറാൻ, ദുർമരണങ്ങളും പെടുമരണങ്ങളും ചാവുദോഷങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ നീല മേലങ്കി പുതപ്പ് കൊണ്ട് ആ മക്കളെ സംരക്ഷിക്കണമേ. കുഞ്ഞുങ്ങളുടെ എല്ലാ കെട്ടുകൾ അഴിയട്ടെ. ശൈശവ സംബന്ധമായ രോഗങ്ങൾ മൂലം വിഷമിക്കുന്ന കുഞ്ഞുമക്കളുണ്ട്. ചുമ, പനി, കഫക്കെട്ട്, ഉറക്കമില്ലായ്മ, ഉറക്കത്തിലെ ഞെട്ടല്, ദുസ്വപ്നങ്ങള്, ഈ മേഖലകളിൽ വിഷമിക്കുന്ന എല്ലാ കൈക്കുഞ്ഞുങ്ങള് അവർ കേൾക്കെ ഈ പ്രാർത്ഥന വെച്ചോ മക്കളെ. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രകൃതി വിരുദ്ധ ശക്തികളോ ദുഷ്ടാരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതി വിരുദ്ധ ശക്തികളോ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ വിടുതൽ ലഭിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ പരിശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ, കുടുംബം തകർക്കാൻ, സ്വത്ത് തകർക്കാൻ, ജീവിതം തകർക്കാൻ, ജീവൻ എടുക്കാൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന പരദൂഷകര്, തിന്മയുടെ ശക്തികള്, കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, സർപ്പദോഷങ്ങള്, കൈവശദോഷങ്ങള്, തിന്മയുടെ ആധിപത്യങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ വിടുതൽ ലഭിക്കട്ടെ. നിങ്ങളുടെ വീടിന്റെ മേല്, നിങ്ങളുടെ പറമ്പിന്റെ മേല്, നിങ്ങളുടെ കൃഷിയിടങ്ങളുടെ മേല്, നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ മേല് കർത്താവിന്റെ തിരിച്ചോരയുടെ ഇറ്റിറ്റ് വീഴുന്ന ആ ചോരയുടെ അഭിഷേകത്താൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിലെ നുഴഞ്ഞു കയറാൻ ഒരു സർപ്പവും ഒരു സാത്താനും ഒരു തിന്മയും നിങ്ങളുടെ ശുശ്രൂഷകളിലേക്ക്, നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു, ഉച്ചാടനം ചെയ്ത് ആട്ടിപ്പായിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്കിന്ന് ലഭിച്ച വചനം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-2 വചനങ്ങളാണ്. ഇസ്രയേൽ, നിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയുക. പ്രിയ ക്രൈസ്തവ മക്കളെ, നിങ്ങളാണ് പുതിയ ദൈവജനം, നിങ്ങളാണ് പുതിയ ഇസ്രയേൽ, തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ വംശം. നിങ്ങള് കർത്താവിങ്കിലേക്ക് തിരിയുക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. നമ്മുടെ പാപങ്ങൾ നിമിത്തം, നമ്മുടെ ദുഷ്ടതകൾ നിമിത്തം, നമ്മുടെ സ്വാർത്ഥതകൾ നിമിത്തം, നമ്മുടെ തലക്കന നിമിത്തം, നമ്മുടെ അഹങ്കാരം നിമിത്തം നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക്, നമ്മുടെ സമ്പത്തിന്റെ തകർച്ചയ്ക്ക് പലപ്പോഴും കാരണമായിട്ടുണ്ട്. നമ്മുടെ കാലുകൾ ഇടറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് വചനം പറയുക, നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. അവിടത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിൽ അഭയം തേടുക. കർത്താവിന്റെ നമ്മുടെ പോരായ്മകളും നമ്മുടെ തെറ്റുകളും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം കൊണ്ടുവരിക, രമ്യത കൊണ്ടുവരിക, ആശ്വാസം കൊണ്ടുവരിക, പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരിക, ഡെലിവറൻസ് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ പല കുടുംബങ്ങളും, പല യുവ ദമ്പതികളും വലിയ തർക്കങ്ങളിലൂടെ, കലഹങ്ങളിലൂടെ, തകർച്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാ ദമ്പതികളുടെ മേൽ ഇറങ്ങി വരണമേ. മദ്യപാനം, ലഹരി, തെറ്റായ ബന്ധങ്ങള് ഇതിനടിമപ്പെട്ട് കുടുംബം തകർക്കുന്ന, ആത്മഹത്യക്ക് അടിമപ്പെട്ടു പോകുന്ന എല്ലാ മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പൂർണ്ണമായ ഡെലിവറൻസ് കൊടുത്ത് ആ മക്കളെ കാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ
എന്നെ സ്വന്തമാക്കിയ ഈ മക്കളെ സ്വന്തമാക്കിയ കർത്താവിന്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരൂപികളും അവയുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ മക്കളെ വിട്ടുപോകട്ടെ. ഇനിമേലിൽ ഇവരെ ശല്യം ചെയ്യാൻ പാടില്ല. ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന തിന്മകളുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ശാസിക്കുന്നു. ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ പറമ്പിൽ നിന്ന്, ഇവരുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു. യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാൽ, അവിടുത്തെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ഈ തിന്മകളെ ഞാൻ നിർവീര്യമാക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ നിങ്ങളെ നിർവീര്യമാക്കുന്നു. പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും വിശുദ്ധ ഗീർവർഗീസിന്റെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ ചാൾസ് ബെറോമിയയുടെയും പ്രാർത്ഥനയുടെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന ലഭിക്കും. കാരണം 200ഓളം പേര് ഈ പള്ളിയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അവരെല്ലാവരും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തി ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കും. ആ മക്കളുടെ അവിടെ നടക്കുന്ന, ഇന്ന് ഈ ദിവസം ഇവിടെ നടക്കുന്ന പിശാച് ബഹിഷ്കരണ പ്രാർത്ഥന നിങ്ങൾക്കും അതിൻ്റെ ഫലങ്ങൾ ലഭിക്കും. മക്കളെ, നിങ്ങളെപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ന് സന്ധ്യയ്ക്ക് ഇവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള ലിയോ 13 പാപ്പയുടെ ഔദ്യോഗികമായ പിശാച് ബഹിഷ്കരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. മക്കളെ, പ്രിയപ്പെട്ടവരെ, 12-ാം തീയതി ആരംഭിക്കുന്ന കൂനമാവ് കൺവെൻഷൻ, ഈ മാസത്തിന്റെ സമാപന ദിവസങ്ങളിൽ നടക്കുന്ന പൊടിമറ്റ കൺവെൻഷൻ, വാടിയിലെ ഡിസംബർ 10-ാം തീയതി മുതൽ ആരംഭിക്കുന്ന വാടി കൺവെൻഷൻ, കൊല്ലം വാടി കൺവെൻഷൻ, നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയുടെ തിരുശേഷിപ്പിന്റെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. ആമേൻ.